ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 32-ാമത്തെ വാക്യം. ദാവീദ് ജസ്സയുടെയും, ജസ്സെ ഓബദിൻ്റെയും, ഓബദ് ബോവാസിൻ്റെയും, ബോവാസ് സാലായുടെയും, സാല നഹ്ശോൻ്റെയും പുത്രൻ. പരിശുദ്ധ തൃത്വ ഏകദൈവത്തിന് സ്തുതി. ഒരിക്കൽ കൂടി ദാവീദിൻ്റെ പേർ കൊടുത്തിട്ടുള്ള ആ വാക്യം നമ്മൾ വായിക്കുകയാണ്. നിരവധി സങ്കീർത്തനങ്ങളുടെ രചയിതാവായ ആട്ടിടയനും കവിയും ഗായകനും കിന്നര വായനയിൽ നിപുണനുമായ ദാവീദ് എന്ന ആ യുവാവ് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും അപകടം നിറഞ്ഞ സമയത്തിലൂടെ കടന്നു പോകുന്ന തൻ്റെ യുവത്വം, 15 വയസ്സുള്ളപ്പോൾ പ്രവാചകനായ സാമുവേൽ തൻ്റെ വീട്ടിൽ വരികയും ദൈവത്തിൻ്റെ കൽപ്പനയനുസരിച്ച് തൻ്റെ സഹോദരന്മാരെ ആരെയും ദൈവം തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് മനസ്സിലാക്കി ആടുകളെ മേയിച്ചിരുന്ന തന്നെ വിളിച്ചു വരുത്തുകയും തൻ്റെ സഹോദരന്മാരുടെയും തൻ്റെ അപ്പൻ്റെയും മുൻപിൽ വെച്ച് കുഴലിലെ തൈലം കൊണ്ട് തന്നെ രാജാവായി അഭിഷേകം ചെയ്യുന്ന ആ സമൂവേൽ എന്ന പ്രവാചകൻ, തൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി ആവസിക്കുന്നത് അനുഭവിച്ചറിയുന്ന ദാവീദ് എന്ന യുവാവ് തന്നെ ആർക്കു പകരം സമൂവേൽ രാജാവായി അഭിഷേകം ചെയ്തോ ആ സാവൂൾ എന്ന രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് തന്നെ എത്തിക്കുന്ന ദൈവം. ദാവീദ് സൗളിൻ്റെ കൊട്ടാരത്തിലെത്തിയത് എങ്ങനെയെന്ന് 1 ശമൂവേൽ പ്രവാചകൻ്റെ പുസ്തകം 16-ാം അധ്യായം 14 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട്. ദുരാത്മാവ് സൗലിനെ പീഡിപ്പിക്കുമ്പോൾ തൻ്റെ കിന്നരം മീട്ടി രാജാവിന് ആശ്വാസം പകരുന്ന ഗാനഗന്ധർവനാകുന്ന ആ യുവാവ്, ശക്തരും ധീരരുമായ ഇസ്രായേൽ സൈന്യം ഒരു ഫലസ്തീൻ്റെ വെല്ലുവിളിയിൽ ഭയന്ന് പാളയത്തിൽ ഒതുങ്ങിയപ്പോൾ ഇസ്രായേലിൻ്റെ ദൈവത്തെ മുന്നിൽ നിർത്തി ഗോലിയാത്ത് എന്ന മല്ലനെ കൊന്ന ധീരനിൽ ധീരനായ ദാവീദ് എന്ന പയ്യൻ. കൊട്ടാരത്തിൽ തനിക്ക് ലഭിക്കുന്ന രാജപ്രീതി, രാജകുമാരനായ യോനാഥൻ തന്നെ സഹോദര തുല്യനായി സ്നേഹിക്കുന്നു. താനും തിരിച്ച് യോനാഥനെ സഹോദര തുല്യനായി സ്നേഹിക്കുന്നു. രാജാവ് തനിക്ക് രാജകുമാരിയെ തൻ്റെ പത്നിയാക്കി വിവാഹം കഴിച്ചു തരുന്നു. സൈനികരുടെ ഇടയിൽ സുസമ്മതനായ ദാവീദ് എന്ന യുവാവ്. എന്നാൽ സൗൾ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു എന്ന ഇസ്രായേൽ സ്ത്രീ ജനങ്ങളുടെ ആർപ്പുവിളിയിൽ ഒട്ടും സംതൃപ്തനാകാതെ തന്നോടുള്ള പക സൗൾ എന്ന രാജാവിൻ്റെ മനസ്സിൽ മുള പൊട്ടുകയും ആ വെറുപ്പ് പിന്നീട് തന്നെ കൊല്ലുവാനുള്ള ശ്രമങ്ങളായി മാറിയപ്പോൾ താൻ കൊട്ടാരത്തിൽ നിന്ന് പലായനം ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്ന ദാവീദ് എന്ന ചെറുപ്പക്കാരൻ, അനേക വർഷങ്ങൾ ഒളിച്ചു പാർക്കേണ്ടി വരുന്ന ദാവീദ്. എന്നാൽ ഇസ്രായേലിൻ്റെ ദൈവം അഭിഷേകം ചെയ്ത സൗൾ എന്ന രാജാവിനെ കൊല്ലാൻ പല തവണ അവസരം ലഭിച്ചിട്ടും അതിനുള്ള കൗശലവും ശക്തിയും ഉണ്ടായിട്ടും തൻ്റെ ദൈവം അഭിഷേകം ചെയ്ത തൻ്റെ യജമാനെതിരെ കൈ ഉയർത്താൻ അവിടുന്ന് എന്നെ ഇടവരുത്താതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ദാവീദിൻ്റെ പ്രാർത്ഥന. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങൾക്കെതിരെ വരുന്ന അനേകം വ്യക്തിത്വങ്ങൾ, അനേകം വിഷമഘട്ടങ്ങൾ, അതിലെല്ലാം ഞങ്ങൾ പകയുള്ളവരായി തീരാതെ ഞങ്ങൾക്ക് നീ ഞങ്ങളെ സ്നേഹിച്ച പോലെ ദാവീദ് എന്ന ആ യുവാവ് ദൈവം തനിക്കായി ഒരുക്കിയിട്ടുള്ള സമയത്തിനായി ദൈവത്തിൽ ആശ്രയിച്ച് കാത്തിരുന്ന പോലെ തൻ്റെ ജീവിതത്തിൻ്റെ അതികഠിനമായ പ്രയാസഘട്ടങ്ങളിൽ, ജീവിതത്തിൽ സ്വന്തം പ്രാണനു വേണ്ടി നെട്ടോട്ടമോടുന്ന ഒരു സാഹചര്യമുണ്ടായിട്ട് പോലും ദൈവത്തിൻ്റെ അഭിഷിക്തനെതിരെ കൈ ഉയർത്തുവാൻ തയ്യാറാകാതെ ദൈവത്തിൻ്റെ സമയത്തിനായി, ദൈവം തനിക്കായി ഒരുക്കിയിരിക്കുന്ന തൻ്റെ സമയത്തിനായി ക്ഷമയോടെ കാത്തിരുന്ന ദാവീദിനെ പോലെ ദൈവമേ, നിൻ്റെ സമയത്തിനായി ഞങ്ങളുടെ ജീവിതത്തിൽ നീ പ്രവർത്തിക്കുന്ന ആ ദിവസത്തിനായി പ്രാർത്ഥനയോടും ക്ഷമയോടും കാത്തിരിക്കുവാനും എല്ലാവരുമായി സ്നേഹത്തോടെ പെരുമാറുവാനും അങ്ങനെ സ്നേഹത്തിലൂടെ നിന്നെ അനുഭവിക്കുവാനും നിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും വിദ്വേഷമോ കോപമോ ജീവിതത്തിൽ വരുത്താതെ വേദനിപ്പിക്കുന്നവരെയും സ്നേഹിക്കുവാൻ സാധിക്കുന്ന ഒരു വ്യക്തിത്വത്തിനുടമയായി ഞങ്ങളെ മാറ്റുവാൻ നിനക്ക് മനസ്സുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം, ആഗ്രഹിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.